ഏവർക്കും സ്നേഹവന്ദനം. ആഡംബരത്തിന്റെ അകമ്പടിയില്ലാതെ പുൽക്കൂടിന്റെ നിശബ്ദതയിലേക്ക് ദൈവം മനുഷ്യനായി വന്നു പിറന്നതിന്റെ ഓർമ്മ പുതുക്കിക്കൊണ്ട് ഒരു ക്രിസ്മസ് കാലം കൂടി ആഗതമായിരിക്കുന്നു. ഒത്തിരി സ്നേഹത്തോടെ എല്ലാവർക്കും ക്രിസ്മസ് ആശംസകൾ ഹൃദയപൂർവ്വം നേരുന്നു. പുൽക്കൂടിന്റെ ലാളിത്യത്തിലേക്കുള്ള ക്ഷണം കൂടിയാണ് ക്രിസ്മസ്. അധികാരത്തിനും സ്ഥാനമാനങ്ങൾക്കുമൊക്കെ അമിത പ്രാധാന്യം നൽകുന്ന ഈ കാലഘട്ടത്തിൽ ആരാലും ശ്രദ്ധിക്കപ്പെടാതെ കിടന്ന ഒരു പുൽക്കൂട്ടിൽ പിറന്നുകൊണ്ട് ദൈവം വിനയത്തിന്റെ ഏറ്റവും വലിയ മാതൃക നമുക്ക് കാണിച്ചു തന്നു. തന്റെ തിരുക്കുമാരന് ജന്മം നൽകാൻ ഒരു കാലിത്തൊഴുത്ത് മാത്രമേ ലഭിച്ചുള്ളല്ലോ എന്ന് മറിയം പരിഭവിക്കുന്നില്ല. അലച്ചിലുകൾക്കൊടുവിൽ തന്റെ പ്രിയ പത്നിക്ക് ദൈവകുമാരന് ജന്മം നൽകാൻ ലഭിച്ച കാലിത്തൊഴുത്തിനെ നോക്കി ജോസഫ് നെടുവേർപ്പെടുന്നില്ല. നിസാരമായ പരിഭവങ്ങളുടെയും പരാതികളുടെയും പേരിൽ കുടുംബ ബന്ധങ്ങൾ ശിഥിലമായി കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നാം ഇന്ന് ജീവിക്കുന്നത്. സകല സൗകര്യങ്ങളോടും കൂടെ ഒരു വീട്ടിൽ കഴിയുമ്പോഴും അപരിചിതരെ പോലെയാണ് ഇന്ന് പലരും. ഇത്തരമൊരു കാലഘട്ടത്തിൽ ക്രിസ്മസ് നമ്മെ ഓർമ്മിപ്പിക്കുന്നത് പുൽക്കൂടിനെയാണ്. മറിയവും ജോസഫും കുഞ്ഞും ചേർന്ന വിനയത്തിന്റെ ഏറ്റവും വലിയ മാതൃകയായ ആ ചെറിയ കുടുംബത്തെയാണ്. രക്ഷകൻ പിറന്നു വീണ പുൽക്കൂട്ടിലേക്ക് ആട്ടിടയന്മാരെ നയിച്ച നക്ഷത്രത്തെ അനുസ്മരിച്ച് നാടെങ്ങും പ്രഭചൊരിഞ്ഞു നിൽക്കുന്ന നക്ഷത്രങ്ങൾ നമുക്ക് പ്രതീക്ഷയുടെ വെളിച്ചമാണ് പകർന്നു നൽകുന്നത്. ഒപ്പം അനേകർക്ക് വെളിച്ചമാകാനുള്ള വലിയ സന്ദേശവും. സ്വന്തം താല്പര്യങ്ങൾക്ക് വേണ്ടി അപരന്റെ വെളിച്ചം അണച്ചു കളയുന്ന കാലമാണിത്. പരസ്പരം പോരടിക്കുന്ന, വ്യക്തിഹത്യകൾ നടത്തുന്ന, മറ്റുള്ളവരെ അപമാനിതരാക്കുന്ന ഈ കാലഘട്ടത്തിൽ ബത്ലഹേമിലെ ആ നക്ഷത്രം സ്വയം തിരുത്താൻ നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. ദൈവം വന്നു പിറന്നത് നിശബ്ദതയിലാണെങ്കിലും ക്രിസ്മസ് ഇന്ന് ശബ്ദ കോലാഹലങ്ങളുടെ ആഘോഷമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. കാതടപ്പിക്കുന്ന സംഗീതവും DJ പാർട്ടിയും ആഡംബര ബൾബുകളും ഒക്കെയായി നാടും നഗരവും ക്രിസ്മസ് ആഘോഷങ്ങൾക്കായി ഒരുങ്ങുമ്പോൾ പുൽക്കൂടിന്റെ നിശബ്ദതയും ലാളിത്യവും ഒക്കെ പലപ്പോഴും വിസ്മരിക്കപ്പെടുന്നു. ക്രിസ്മസ് വെറും ആഘോഷവും അർമാദവുമായി മാറുന്നുണ്ടോ എന്ന് നാം ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ഉപഭോഗ സംസ്കാരത്തിന്റെ കുത്തൊഴുക്കിൽപ്പെട്ട് ക്രിസ്മസ് രാവുകളുടെ ആത്മീയ പ്രഭയ്ക്ക് മങ്ങലേറ്റിട്ടുണ്ടോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, നമുക്ക് ഹൃദയങ്ങളിൽ പുൽക്കൂടൊരുക്കി ക്രിസ്മസിനായി ഒരുങ്ങാം. അലങ്കാര വസ്തുക്കളിലല്ല, മൂല്യങ്ങളിലാണ് പുൽക്കൂടിന്റെ ഭംഗിയെന്ന് തിരിച്ചറിയാം. നക്ഷത്രങ്ങളുടെ കണ്ണഞ്ചിപ്പിക്കുന്ന പ്രകാശത്തിലല്ല, അത് മറ്റുള്ളവർക്ക് പ്രകാശമാകുന്നുണ്ടോ എന്നതാണ് മൂല്യമെന്ന് തിരിച്ചറിയാം. ഈ ക്രിസ്മസ് പുതിയ തീരുമാനങ്ങളുടെ ക്രിസ്മസ് ആകട്ടെ. പദവികളിൽ നിന്ന് പാദശുശ്രൂഷകളിലേക്കും, ആഡംബരങ്ങളിൽ നിന്ന് ലാളിത്യത്തിലേക്കും, ശബ്ദ കോലാഹലങ്ങളിൽ നിന്ന് ശാന്തതയിലേക്കും നമുക്ക് വ്യതിചലിക്കാം. പുൽക്കൂടിന്റെ നിശബ്ദതയിൽ പിറന്നു വീണ ദൈവത്തിന് ഒരുപക്ഷെ നമ്മോട് സംസാരിക്കാൻ ശാന്തമായ ഒരു അന്തരീക്ഷം ആവശ്യമായേക്കാം. മഞ്ഞണിഞ്ഞ ഈ ക്രിസ്മസ് രാവുകളിലെ മഞ്ഞുതുള്ളികളുടെ നൈർമല്യം നമ്മളുടെ മനസ്സിലും ഉണ്ടാവട്ടെ. എല്ലാവർക്കും ഒരിക്കൽ കൂടി ഹൃദയം നിറഞ്ഞ ക്രിസ്മസ് ആശംസകൾ. നന്ദി.